ഹോഷിയാർപൂർ ഗ്രാമവാസികൾ പവനിന്റെ വികൃതി കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുകയായിരുന്നു. അവൻ എപ്പോഴും എന്തെങ്കിലും ഒരു വികൃതി ചെയ്തുകൊണ്ടിരിക്കും. അവന്റെ കുറുമ്പ് കൂടിക്കൊണ്ടേയിരുന്നു. അതുകൊണ്ട് ഗ്രാമത്തിലെ ജനങ്ങൾക്ക് വളരെയധികം നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നു. അതുമാത്രമല്ല, പവന്റെ വികൃതി കൊണ്ട് അവന്റെ അച്ഛനും അമ്മയ്ക്കും വളരെയധികം കഷ്ടതകൾ വന്നു. അവനെ കൊണ്ട് ദിവസം മുഴുവൻ രാപ്പകലില്ലാതെ ഗ്രാമവാസികൾ കുറ്റം പറഞ്ഞുകൊണ്ടേയിരുന്നു. ചേട്ടാ, ചേട്ടാ, നിങ്ങൾ എവിടെയുള്ളത്? ഒന്ന് പുറത്തേക്ക് വരൂ. നിങ്ങളുടെ മോൻ എന്താ ഇന്ന് ചെയ്തതെന്ന് അറിയോ? എന്തു പറ്റി മാധുരി? പവൻ എന്താ ചെയ്തേ? രാവിലെ എന്റെ വീട്ടിലേക്ക് വന്ന് പേസ്റ്റ് മുഴുവൻ പുറത്തെടുത്ത് അതിൽ ഫെവിക്കോൾ നിറച്ച് വെച്ചിരിക്കുന്നു. ഇപ്പൊ നോക്ക്, ഇവരുടെ വായ മുഴുവൻ ഒട്ടിയിരിക്കുന്നു. ശരി മാധുരി, അവനെ ഞാൻ ഇന്ന് പറഞ്ഞ് മനസ്സിലാക്കാം. നിനക്ക് കേൾക്കുന്നുണ്ടോ? എവിടെയാ നീ? അയ്യോ, എന്താ പറ്റിയത്? നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഒച്ച വെക്കുന്നത്? ഞാൻ വിളിച്ചത് മാത്രമേ കേട്ടോളൂ. പുറത്ത് ആൾക്കാർ വന്ന് നിന്റെ മകനെ പറ്റി സംസാരിക്കുന്ന കാര്യങ്ങളൊന്നും നീ കേട്ടില്ലേ? ഒരു ദിവസം ഈ നാട്ടിലെ ആൾക്കാരെല്ലാം നമ്മളെ ഇവിടുന്ന് പുറത്തേക്ക് തള്ളാൻ പോവാ. ഇന്ന് അവൻ ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. എവിടെയാ നിന്റെ പുന്നാര മോൻ? അതെയോ, എന്റെ പുന്നാര മോനാണോ? ഞാൻ വരുമ്പോഴേ അവനെ കൂട്ടിയിട്ട് വന്നതാണോ? എന്റെ മാത്രം മോനെന്ന് പറയുന്നു. നീ പോയി നിന്റെ പണി നോക്ക്. ആ ചെറുക്കന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. പവൻ ഷിബുവിന്റെ കൂടെ പുറത്തേക്ക് പോവുകയായിരുന്നു. പുതിയതായി ഒരു കുറുമ്പ് ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. അതായത് പവനും ഷിബുവും അവിടെ സമീപത്ത് നിന്ന ഒരു കാളവണ്ടിയുടെ സ്ക്രൂ എടുത്തു മാറ്റി. ഇനി നമുക്ക് കാണാലോ എന്താ സംഭവിക്കുന്നതെന്ന്. എടാ പവൻ, ആ വണ്ടിയുടെ ടയറിലുണ്ടായിരുന്ന സ്ക്രൂ നീ എടുത്തു കളഞ്ഞല്ലേ? അതെ, നീ കണ്ടില്ലേ? നമ്മൾ അന്ന് ചോദിച്ചപ്പോ നമ്മളെ ഗ്രാമത്തിന്റെ പുറത്തേക്ക് കൊണ്ടുപോയില്ലല്ലോ. അതിന് എന്തൊക്കെ നമ്മളെ പറഞ്ഞു? നമ്മളെന്തോ തെറ്റായി പറഞ്ഞതുപോലെ. ആ, നീ പറയുന്നതും ശരിയാ. പക്ഷെ അതിന് നീ ചെയ്തത് കുറച്ച് ഓവറായി പോയില്ലേ? വാ, നമുക്ക് വേഗം രക്ഷപ്പെടാം. അയ്യോ, ആരെങ്കിലും ഓടി വരണേ. എന്റെ ദൈവമേ, ഇങ്ങനെ സംഭവിച്ചു പോയല്ലോ. ഇതെല്ലാം തീർച്ചയായിട്ടും ആ പവന്റെ കളിയായിരിക്കും. ഇന്നവനെ ഞാൻ വെറുതെ വിടില്ല. രമൺലാൽ, രമൺലാൽ, പുറത്തേക്ക് വാടോ. നിന്റെ മോൻ ഇന്ന് എന്താ കാണിച്ചെന്ന് നിനക്കറിയോ? അവൻ എന്റെ കാളവണ്ടിയെ നശിപ്പിച്ചു കളഞ്ഞു. പവൻ, എന്തുപറ്റി അച്ഛാ? അച്ഛനെന്നോ? നീ എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നേ? ഇദ്ദേഹത്തിന്റെ കാളവണ്ടിയുടെ ടയർ നീയാണോ പൊട്ടിച്ചത്? ഞാൻ സ്കൂളിൽ നിന്ന് നേരെ വീട്ടിലേക്കാ വന്നത്. മുത്തശ്ശനോട് പറഞ്ഞിരുന്നു ഗ്രാമത്തിന്റെ പുറത്തേക്ക് വിടാൻ. മുത്തശ്ശൻ സമ്മതിച്ചില്ല. അതുകൊണ്ട് നേരെ വീട്ടിലേക്ക് വന്നു. അച്ഛന് വിശ്വാസമില്ലെങ്കില് ഷിബുവിനോട് ചോദിച്ചു നോക്കൂ. ഇത് നോക്കിയേ, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. അകത്തേക്ക് പോ. അകത്തേക്ക് വന്ന് 4 തന്നാലേ നീയൊക്കെ ശരിപ്പെട്ടു വരുള്ളൂ. രാത്രി ആരാ നിനക്ക് ഭക്ഷണം തരുന്നതെന്നൊന്ന് നോക്കട്ടെ. എത്ര അടി കിട്ടിയിട്ടും പവന് യാതൊരുവിധ മാറ്റവുമില്ല. അതായത് അടി വാങ്ങി വാങ്ങി അവന്റെ ദേഹം മുഴുവൻ മരവിച്ചുപോയി. നേരം പുലർന്നു. രമൺലാൽ പവനെ എണീപ്പിക്കുന്നതിനായി തന്റെ ഭാര്യയോട് പറഞ്ഞു, ഇവനാദ്യം എഴുപ്പിച്ചു വിട്. സ്കൂളിലേക്ക് പോവേണ്ടതല്ലേ? നിൽക്കൂ, എണീപ്പിക്കാം. അവന് സ്കൂളിൽ പോവാൻ ഇനിയും സമയമുണ്ട്. എണീപ്പിക്കാൻ പറഞ്ഞാ നീ എന്താ കഥ പറഞ്ഞ് നിൽക്കാ? ഇത് കഴിഞ്ഞ് ഭക്ഷണവും വായിൽ വെച്ച് കൊടുക്കണം. എഴുപ്പിച്ചു വിടവനെ. അമ്മേ, അമ്മേ, ഇന്ന് പ്രാതലിന് ഞാൻ പൊറോട്ട കഴിക്കും. എടാ മണ്ട, ഇന്നും അങ്ങനത്തെ വല്ല പണി കാണിച്ചിട്ടാണ് വീട്ടിലേക്ക് വരാൻ പോകുന്നെങ്കിൽ ഒരു കാര്യം ഓർത്തോ, പൊറോട്ടയ്ക്ക് പകരം പശുവിന് കൊടുക്കാൻ പോകുന്നതായിരിക്കും ഞാൻ നിനക്ക് തരാൻ പോകുന്നത്. മതി, നിങ്ങളൊന്ന് നിർത്ത്. രാവിലെ തന്നെ അവനെ വഴക്ക് പറയുന്നു. അങ്ങനെ പവൻ സ്കൂളിലേക്ക് റെഡിയായി തന്റെ സുഹൃത്ത് ഷിബുവിന്റെ കൂടെ പുറപ്പെട്ടു. അവർ പോയിക്കൊണ്ടിരുന്ന വഴിയിൽ നദിക്കരയിൽ ഒരു വഞ്ചി കണ്ടു. ആ വഞ്ചി ഓട്ടുന്നത് ആ ഗ്രാമത്തിലെ ഒരു മുത്തശ്ശനായിരുന്നു. അപ്പോ പിന്നെന്താ, വാ ഷിബു, നമുക്ക് ഈ വഞ്ചി വെള്ളത്തിലേക്ക് തള്ളിയിടാം. അത് വെള്ളത്തിലേക്ക് വീഴുമ്പോ നല്ല രസമായിരിക്കും.
പക്ഷെ അത് ലല്ല അങ്കിൾ അറിഞ്ഞു കഴിഞ്ഞാ നിന്റെ അച്ഛന്റെ അടുത്ത് പോയി പറയില്ലേ? ഒന്നും സംഭവിക്കില്ല, വാ, അടിപൊളിയാക്കാം. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ഇനി ആ മുത്തശ്ശൻ വഞ്ചി അന്വേഷിക്കും. അയ്യോ, എന്റെ പടക് എങ്ങോട്ടേക്കാ പോയത്? എന്റെ പടക്! തറയിലുള്ള ചെറിയ കുട്ടികളുടെ കാൽപാദം കാണുമ്പോഴ് ഏതോ കുട്ടിയാ ചെയ്തെന്നാ തോന്നുന്നത്. പക്ഷെ ഗ്രാമത്തിൽ ഒരുത്തനല്ലേ അങ്ങനെ ചെയ്യത്തുള്ളൂ. അവനല്ലേ നാട്ടിലുള്ള ആൾക്കാർക്ക് പ്രശ്നം കൊടുക്കുന്നത്. കുറച്ചു മുൻപോട്ടേക്ക് പോയതും ഗ്രാമത്തലവന്റെ പാടത്ത് കുറെ ആളുകൾ ജോലി ചെയ്യുന്നത് പവൻ കണ്ടു. നിങ്ങളെല്ലാവരും ജോലി ചെയ്യണോ? വേഗം പോവൂ, ഗ്രാമത്തലവൻ നിങ്ങളെ അന്വേഷിക്കുന്നുണ്ട്. ഇന്ന് അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നുണ്ട്. വേഗം പൊയ്ക്കോളൂ, അവരെത്ര സമയമായി നിങ്ങളെ കാത്തിരിക്കുന്നു. അവിടെയുണ്ടായിരുന്ന എല്ലാവരും ഗ്രാമത്തലവന്റെ വീട്ടിലേക്ക് പോയി. അവിടെ എത്തിയ എല്ലാവർക്കും ഇത് പവൻ ചെയ്ത കാര്യമാണെന്ന് മനസ്സിലായി. അങ്ങനെ എല്ലാവരും കൂട്ടം കൂട്ടമായി പോയി രമൺലാലിന്റെ വീട്ടിലെത്തി പവന്റെ വികൃതിയെപ്പറ്റി പറയാൻ തുടങ്ങി. നീ കണ്ടതല്ലേ എല്ലാരും വീട്ടിന്റെ പുറത്ത് വന്ന് നിന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത്? എല്ലാം നിന്റെ മോൻ ചെയ്തു വെച്ച കാര്യം കാരണമാ. ഞാൻ പറയുന്ന കേക്ക്, ഇന്ന് ഞാൻ അവനെ വെറുതെ വിടാൻ പോകുന്നില്ല. വൈകുന്നേരം ആരും അറിയാതെ വീട്ടിലേക്ക് പോകണമെന്ന് പവൻ കരുതി. അപ്പോൾ എവിടുന്നാ നീ വരുന്നേ? സ്കൂൾ കഴിഞ്ഞ് കുറെ നേരമായില്ലേ? ഷിബുവിന്റെ വീട്ടിൽ പോയതാ. അവന്റെ അമ്മ പായസം ഉണ്ടാക്കിയിരുന്നു. മതി, നിങ്ങളൊന്ന് നിർത്ത്. രാവിലെ ഉണ്ടായ ദേഷ്യം മുഴുവൻ ഇവന്റെ മേലെ തീർക്കാൻ പോവുകയാണോ? മതി, ഇങ്ങനെ പറഞ്ഞു പറഞ്ഞാ ഇവൻ എപ്പോഴും നമ്മുടെ തലയിൽ കയറിയിരിക്കുന്നത്. എടാ മണ്ട, ഇതുവരെ ഞങ്ങളുടെ പേര് നന്നാകുന്നത് പോലെ നീ എന്തെങ്കിലും കാര്യം ഈ ഗ്രാമത്തിനകത്ത് ചെയ്തിട്ടുണ്ടോ? പിറ്റേ ദിവസം ആ ഗ്രാമത്തിലേക്ക് വളരെ വിചിത്രമായ ഉടയാടകൾ അണിഞ്ഞ് ഒരു മനുഷ്യൻ ആ ഗ്രാമത്തിലേക്ക് വന്നു. അയാളെ കാണുമ്പോൾ ഒരു മാന്ത്രികനെ പോലെ ഉണ്ടായിരുന്നു. എല്ലാവരും വയലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ മന്ത്രവാദി എല്ലാവരെയും നോക്കി ചിരിച്ചു. നല്ല സൂര്യപ്രകാശം ആ വയലിൽ സ്വർണം പോലെ തിളങ്ങി നിന്നു. മന്ത്രവാദി ഒരു ഡബ്ബ വെളിയിലെടുത്തു. എന്നിട്ട് സൂര്യന് നോക്കി ഒരു മന്ത്രം ജപിച്ചു. തമക് തമക് തം 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 തോ, എല്ലാം ചെറുതായി ഇതിനകത്ത് പോ. തമക് തമക് തം 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 തോ, എല്ലാം ചെറുതായി ഇതിനകത്ത് പോ. അപ്പോൾ വെട്ടിത്തിളങ്ങി നിന്നിരുന്ന സൂര്യൻ ആ മന്ത്രവാദിയുടെ ഡബ്ബയിലേക്ക് വന്നു വീണു. കുറച്ചു സമയം കൊണ്ട് തന്നെ ആ ഗ്രാമം മുഴുവൻ ഇരുട്ടിൽ മുങ്ങി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാം പരസ്പരം നോക്കി. 4 വശവും എന്തുകൊണ്ടാ ഇങ്ങനെ ഇരുടായിരിക്കുന്നത്? ഇത്രയും സമയം പകലായിരുന്നില്ലേ? ഒരുപാട് നാളുകൾ ആ ഗ്രാമത്തിൽ ഇരുടു മാത്രമായിരുന്നു. 4 വശവും വൃക്ഷലതാദികൾ, വയലുകൾ. വെയിലില്ലാത്തതുകൊണ്ട് എല്ലാം വാടിപ്പോയി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും പിന്നെ ഗ്രാമത്തലവനും എല്ലാവരും ഈ കാര്യത്തെപ്പറ്റി മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോഴാണ് എതിർവശത്തു നിന്നും ആരോ വരുന്നത് കണ്ടത്. എന്റെ പേര് മന്ത്രവാദി ഹോജ. ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ എല്ലാരും മൃഗങ്ങളായി മാറ്റാൻ കഴിയും. നിങ്ങളെ പ്രശ്നം എന്താണോ അതിനുള്ള ഉത്തരം എന്റെ കയ്യിലാ ഉള്ളത്. അതും ഈ ഡബ്ബയ്ക്കകത്ത്. നോക്കിക്കോളൂ. അങ്ങനെയാണെങ്കിൽ ഈ ഡബ്ബയ്ക്കകത്ത് നിങ്ങൾ ആ സൂര്യനെ പിടിച്ചു വെച്ചിരിക്കുകയാണോ? അതുകൊണ്ടല്ലേ നിങ്ങളെല്ലാം ഇരുട്ടിലിരിക്കുന്നത് മണ്ടന്മാരെ. ഒരു പക്ഷെ നിങ്ങൾക്ക് ഈ ഇരുട്ടിൽ നിന്ന് മുക്തി വേണമെങ്കിൽ നിങ്ങൾ എല്ലാരും എന്റെ അടിമയാകണം. ഇന്നു മുതൽ ഞാനായിരിക്കും രാജ. അത് കഴിഞ്ഞ് ഞാൻ എന്ത് പറയുന്നു അത് തന്നെ നിങ്ങൾ ചെയ്യണം. അങ്ങനെ പറ്റില്ല. ഞങ്ങൾ ആരുടെയും അടിമയാവാൻ തയ്യാറല്ല. അതേപോലെ നീ പറയുന്നത് ഞങ്ങളെ കൊണ്ട് കേൾക്കാൻ പറ്റില്ല. ഞാൻ വിചാരിച്ചാൽ നിങ്ങളെ എന്ത് വേണമെങ്കിലും ചെയ്യാൻ കഴിയും. നിങ്ങളെ എല്ലാരെയും കൊരങ്ങായി മാറ്റി ഈ നാട്ടിനെ ഞാൻ കൊരങ്ങാപുരമാക്കും. പക്ഷെ ഞാൻ നിങ്ങൾക്ക് 2 ദിവസം സമയം തരാം. ഇത്രയും പറഞ്ഞുകൊണ്ട് ആ മന്ത്രവാദി അവിടെ നിന്നും പോയി. ഗ്രാമത്തിലെ ജനങ്ങൾക്കെല്ലാവർക്കും വളരെയധികം ഭയം തോന്നി. ഈ പ്രശ്നം എങ്ങനെ തുടങ്ങിയെന്ന് അറിയില്ല. 4 വശത്തും ഇരുട്, ചെടികളും മരങ്ങളും എല്ലാം വാടിപ്പോയിരിക്കുന്നു. ഈ പ്രശ്നങ്ങൾ എങ്ങനെ മാറ്റാമെന്ന് ആർക്കും ഒരു അറിവും ഉണ്ടായിരുന്നില്ല. അച്ഛാ, ഇനി സൂര്യൻ ഒരിക്കലും ആകാശത്ത് വരില്ലേ? നമുക്ക് ആ മന്ത്രവാദിയുടെ കയ്യിൽ നിന്ന് ആ ഡബ്ബ മോഷ്ടിച്ചാലോ? എന്നിട്ട് സൂര്യനെ നമുക്ക് പുറത്തേക്ക് എടുക്കാലോ? ഇത് നോക്കുമോനെ, നമ്മളെ കൊണ്ട് അങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. അവന് നമ്മളെക്കാളും കുറെ അധികം ശക്തികളുണ്ട്. ഒരുപക്ഷെ നമ്മൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവൻ നമ്മളെ മൃഗങ്ങളായി മാറ്റും. ഇനി എല്ലാം ആ ദൈവത്തിന്റെ കയ്യിലാ ഉള്ളത്. നീ പോയി ഉറങ്ങ്.
ഇത്രയും ഇരുട്ടിയില്ലേ? എപ്പോഴും ഇരുട് തന്നെയല്ലേ അച്ഛാ? അതെല്ലാം ശരിയാ, നീ പോയി ഉറങ്ങ്. പവന് ഉറക്കം വന്നതേയില്ല. അവൻ കിടന്നുകൊണ്ട് എന്തൊക്കെയോ ആലോചിക്കുകയായിരുന്നു. അപ്പോഴാണ് ഷിബു ജനലിലൂടെ കുയിലിന്റെ ശബ്ദമിട്ട് പവനെ വിളിച്ചുണർത്തിയത്. കൂ കൂ കൂ. എന്തുപറ്റി? ഞാൻ ആ മന്ത്രവാദി താമസിക്കുന്ന ഗുഹ കണ്ടുപിടിച്ചു. അയാൾ അവിടെയാ താമസിക്കുന്നേ. ആ സൂര്യനുള്ള ഡബ്ബയും അയാളുടെ കൂടെ തന്നെയാ ഉള്ളത്. വാ, നമുക്ക് പോയി അത് എടുത്തോണ്ട് വരാം. വാ, വേഗം പോകാം. രണ്ടുപേരും ആ മന്ത്രവാദിയുടെ ഗുഹയ്ക്കരികിലേക്ക് പോയി. ആ മന്ത്രവാദി ആ ഗുഹയുടെ ഉള്ളിലാണ് എല്ലാ സാധനങ്ങളും വെച്ചിരുന്നത്. അവയ്ക്കെല്ലാം സമീപത്തായി ഒരു മനുഷ്യൻ നിന്നിട്ടുണ്ടായിരുന്നു. അയാളെ തന്റെ മാന്ത്രിക വടികൊണ്ട് പെട്ടെന്ന് തന്നെ അയാൾ ഒരു കഴുതയാക്കി മാറ്റി. തമക് തമക് തം 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 തൂ, ഇവനെ ഒരു കഴുതയാക്ക്. അങ്ങനെ പെട്ടെന്ന് തന്നെ അയാൾ ഒരു കഴുതയായി മാറി. ഇതെല്ലാം സംഭവിക്കുമ്പോൾ ഷിബുവും പവനും ഇത് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ ചൊല്ലിയ മന്ത്രവും പവൻ സസൂക്ഷ്മം കേട്ടു. എത്ര കാലം ഈ വടി എന്റെ കയ്യിൽ തന്നെ ഉണ്ടാവോ? ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതിനുശേഷം ആ മന്ത്രവാദി തന്റെ കണ്ണുകൾ അടച്ച് ജപിക്കാൻ തുടങ്ങി. ആ അവസരം മുതലാക്കിക്കൊണ്ട് പവനും ഷിബുവും മന്ത്രവാദിയുടെ മാന്ത്രിക വടിയും ഡബ്ബയും കയ്യിലെടുത്തു. എന്നിട്ട് ഗ്രാമത്തിലേക്ക് പോയി ആ ഡബ്ബ തുറന്നു. 4 വശവും വെളിച്ചം പരന്നു. കൂരിരുട്ട് മറഞ്ഞുപോയി. ഗ്രാമത്തിലെ ജനങ്ങളെല്ലാവരും പുറത്തേക്ക് വന്നു. അരെ വാ, ഇത് നല്ല അടിപൊളിയായിരിക്കുന്നല്ലോ. നോക്ക് ഷിബു, ഞാനും ഒരു മന്ത്രവാദിയായി മാറി. ഇതെന്തൊരു അത്ഭുതമാണ്. നമുക്കിനി എത്ര വേണമെങ്കിലും എല്ലാവരെയും ഉപദ്രവിക്കാം. പക്ഷെ അതിനേക്കാളും നല്ല കാര്യം എന്താന്ന് വെച്ചാ സൂര്യൻ ആ ഡബ്ബയ്ക്കകത്തുനിന്ന് പുറത്തു വന്നല്ലോ. അത് കഴിഞ്ഞിട്ട് എല്ലായിടത്തേക്കും വെളിച്ചമും വന്നു. ഹാ, നീ പറഞ്ഞത് ശരിയാണ് ഷിബു. വാ, നമുക്ക് വേഗം പോകാം. ഇല്ലെങ്കിൽ ആ മന്ത്രവാദി ഉടനെ ഇവിടെ എത്തും. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മന്ത്രവാദി വന്നത്. എടാ പിള്ളേരെ, എന്റെ വടി തിരിച്ചതാടാ, അല്ലെങ്കിൽ അത് നിനക്ക് നല്ലതല്ല. എന്റെ വടി തിരിച്ചതാ. തമക് തമക് തം തന്തു, ഇവനെ ഉടനെ കുരങ്ങാക്കി മാറ്റൂ. പവൻ ഈ മന്ത്രം പറഞ്ഞ ഉടനെ ആ മന്ത്രവാദി ഒരു കുരങ്ങനായി മാറി. നീയല്ലേ വലിയൊരു മന്ത്രവാദി, നിന്നെ ഇപ്പോ ഞങ്ങള് കുരങ്ങനാക്കി മാറ്റിയല്ലോ. ഇനി നീ നൃത്തം ചെയ്യേ കുരങ്ങ. മന്ത്രവാദിയുടെ മന്ത്രം തിരിച്ച് അയാൾക്ക് തന്നെ റിപ്പീറ്റ് ആയി. അപ്പോഴാണ് ആ സ്ഥലത്തേക്ക് ഗ്രാമത്തലവൻ രമൺലാൽ പിന്നെ അനിതയും വന്നത്. പവൻ ചെയ്ത ഈ കാര്യങ്ങളെല്ലാം കണ്ട് ഇവരെല്ലാം അത്ഭുത പരതന്ത്രരായി നിന്നു. ഇങ്ങോട്ട് നോക്കിയേ പവൻ, നീ ഇതെങ്ങനെയാ ചെയ്തത്? എല്ലാ സ്ഥലത്തും വെളിച്ചം എത്തിയിരിക്കുന്നു, അതല്ലാതെ ആ മന്ത്രവാദിയെ കുരങ്ങുമാക്കി. ഇതെല്ലാം എങ്ങനെയാ ചെയ്തേ? ഞാനും ഷിബുവും ഗുഹയ്ക്കുള്ളിൽ പോയി നോക്കുമ്പോൾ ഈ മാന്ത്രിക വടി കൊണ്ട് എല്ലാവരുടെയും രൂപം മാറ്റുന്നു. അതല്ലാതെ അയാൾ സംസാരിച്ചുകൊണ്ടിരുന്നതും ഞങ്ങൾ കേട്ടു. അയാളുടെ മുഴുവൻ മന്ത്രശക്തിയും ഈ വടിക്കകത്താ ഉള്ളത്. മന്ത്രവാദി പറഞ്ഞ മന്ത്രവും പവൻ ഓർമ്മ വച്ചിരുന്നു. അതിനുശേഷം എന്തുപറ്റി? ഞങ്ങൾ ഇവിടെ നിന്ന് രക്ഷപ്പെടാന്ന് വിചാരിച്ചു. അപ്പോഴാണ് അയാൾ ഇവിടേക്ക് വന്നത്. അപ്പോൾ ഞാൻ മന്ത്രം ജപിച്ചു, തമക് തമക് തം തം തും തു. അപ്പോഴിവൻ കുരങ്ങനായി മാറി. കണ്ടു രമൺലാൽ, പവൻ നമ്മുടെ ഗ്രാമത്തിനെ തന്നെ വലിയൊരു പ്രശ്നത്തിൽ നിന്നാ വെളിയിൽ കൊണ്ടുവന്നിരിക്കുന്നേ. ഇങ്ങനത്തെ ഒരു മകനെ കിട്ടാൻ നീ പുണ്യം ചെയ്തിരിക്കണം. അവൻ നല്ലൊരു ബുദ്ധിശാലിയാ. ഇപ്പൊ കണ്ടോ, നിങ്ങൾ എപ്പോഴും വഴക്ക് പറയില്ലേ? അവനെ ഇപ്പോ എല്ലാവരും അഭിനന്ദിക്കുന്നത് കണ്ടില്ലേ? അതെ, ഇന്ന് എന്റെ മോൻ എനിക്ക് വലിയൊരു ഗൗരവമാ തന്നിരിക്കുന്നത്. ഗ്രാമത്തലവാ, ഈ മന്ത്രവാദിയെ ഇനി നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇവനെ വെറുതെ വിടണോ? നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഇദ്ദേഹത്തിനെ കാട്ടിലേക്ക് വിടാം. അവിടെ ആവുമ്പോ മന്ത്രം ചെയ്യാൻ കഴിയില്ലല്ലോ. പവന്റെയും ഷിബുവിന്റെയും സംസാരം കേട്ട് വേണ്ട എന്ന മട്ടിൽ ആ കുരങ്ങൻ തലയാട്ടിക്കൊണ്ടേയിരുന്നു. എന്നിട്ട് നിസ്സഹായ രൂപത്തിൽ അവരെ നോക്കിക്കൊണ്ടിരുന്നു. ഇല്ല, ഇവനാണെങ്കിൽ ശിക്ഷ കൊടുത്തേ തീരൂ. പക്ഷെ ഇങ്ങനെയല്ല. അപ്പോൾ നമ്മളിനി എന്ത് ചെയ്യും? അതിന് ഞാനൊന്ന് ആലോചിക്കട്ടെ മോനെ. ഞാനെന്താ ആലോചിച്ചെന്ന് വെച്ചാ അയാളെ തിരിച്ചു മന്ത്രവാദിയാക്കാന്ന്. എന്നിട്ട് ഈ വടിയും പൊട്ടിച്ചു കളയാം. എന്നാലേ അയാൾക്ക് ഇതിന്റെ മഹത്വം എന്താന്ന് മനസ്സിലാവത്തുള്ളൂ. മോനെ ഷിബു, നീ തന്നത് നല്ലൊരു ഐഡിയയാ. അങ്ങനെ തന്നെ ചെയ്യാം. ഇത്രയും പറഞ്ഞുകൊണ്ട് പവൻ വീണ്ടും അതിനെ ഒരു മനുഷ്യനാക്കി മാറ്റി. എന്നോട് ക്ഷമിക്ക്, ഞാൻ വളരെ വലിയ തെറ്റാ ചെയ്തത്. ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ കയ്യിലുള്ള വടി പോലും ഇല്ലല്ലോ. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല.
പക്ഷെ വേണമെങ്കിൽ ഈ ഗ്രാമത്തിന്റെ രാജാവാവുന്ന പകരം ഞങ്ങളുടെ കൂടെ ചേർന്ന് പണിയെടുക്ക. എന്നാലേ നിനക്ക് എല്ലാം മനസ്സിലാവൂ. എന്നെ പോലത്തെ ഒരാളെ ഈ ഗ്രാമത്തിനകത്ത് വിട്ടതിന് നിങ്ങൾ വളരെ നല്ല മനുഷ്യനാ. നിങ്ങൾ എല്ലാരും നല്ല മനുഷ്യരാ. വീണ്ടും ആ ഗ്രാമത്തിൽ 4 വശവും സൂര്യവെളിച്ചം തങ്ങി നിന്നു. എല്ലാവരും വീണ്ടും അവരവരുടെ ജോലിയിൽ മുഴുകി. അങ്ങനെ ഹോഷിയാർപൂർ ഗ്രാമത്തിന്റെ ഹീറോ ഇപ്പോൾ പവനാണ്. ഇപ്പോൾ എല്ലാവർക്കും പവനെ ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പോൾ ആരും പവനെ വഴക്ക് പറയുകയേയില്ല. കാരണം ഇപ്പോൾ പവനും മന്ത്രം ജപിക്കാൻ അറിയാം. അതുകൊണ്ട് എല്ലാവരും എന്തു വിചാരിച്ചെന്നോ? അവൻ മന്ത്രം ചൊല്ലി ആരെങ്കിലും മൃഗമാക്കി മാറ്റിയാലോ?